ഇടുക്കി വാഗമണ്ണിലെ ചില്ലുപാലത്തിൽ രാത്രി സമയങ്ങളിൽ അനധികൃതമായി കയറി സഞ്ചാരികൾ. കഴിഞ്ഞ രാത്രിയാണ് ഒരു സംഘം ആളുകൾ ചില്ലുപാലത്തിൽ അതിക്രമിച്ചു കിടന്നത്. അതീവ സുരക്ഷയുള്ള ഇടമാണ് വാഗമൺ ചില്ലുപാലം. സംഭവവുമായി ബന്ധപ്പെട്ട് DTPC അധികൃതർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാവിലെ ചില്ലുപാലം വൃത്തിയാക്കാനെത്തിയ ജീവനക്കാരാണ് പാലത്തിൽ ചെളി പുരണ്ട് കിടക്കുന്നതും മദ്യക്കുപ്പിയും ഗ്ലാസും കണ്ടത്. തുടർന്ന് ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഇവരെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രാത്രി 9 മണിയോടെ വെള്ളക്കാറിൽ 3 സംഘം അഡ്വഞ്ചർ പാർക്കിലെത്തുകയും ചില്ലുപാലത്തിൽ അതിക്രമിച്ചു കയറിയതും കണ്ടത്. ഇതോടൊപ്പം ശുചിമുറിയുടെ വാതിലുകളും പൈപ്പുകളും സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് മുമ്പിൽ വെച്ചിരുന്ന കുടിവെള്ള ടാങ്കും സംഘം നശിപ്പിച്ചു. ഒരു വണ്ടി നമ്മൾ ആരില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കയറി അതിൽ മദ്യക്കുപ്പിയൊക്കെ കൊണ്ട് ഗ്ലാസ് ഇതിനകത്തോട്ട് കയറി. അവർ പറയുന്നുണ്ട്, ആ ഹിസ്റ്ററി എല്ലാം വ്യക്തമാണ്. അവർ മനഃപൂർവ്വം അതിനകത്തോട് അതിക്രമിച്ച് കയറി മദ്യപിക്കാനുള്ളത് പരിപാടിയായിരുന്നു. അതിനകത്ത് 2-3 പേരാണ് കയറിയിട്ടുള്ളത്. 3 പേര് ഗ്ലാസ് വെച്ചിൻ്റെ ലോക്കൊക്കെ ഹാൻഡിലൊക്കെ ചാടിക്കടന്ന് മേലെ കയറിപ്പോയി അവിടെ സംസാരിക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം അവരുടെ ചിലവഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മളിപ്പോൾ വാഗമൺ പോലീസ് പരാതി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാത്റൂമിൽ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ജെൻസിൻ്റെ ബാത്റൂമിൻ്റെ 1-2 സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. പൈപ്പ് ചവിട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ സ്റ്റോക്ക് ഇറക്കി വെച്ചിരുന്ന കുടിവെള്ളം ഷോപ്പിൽ സെയിൽ ഇറക്കി വെച്ചിട്ടുള്ള വെള്ളം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ CCTV വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലവർ പ്രത്യേകം CCTV നോക്കിയിട്ട് കൈ കൂപ്പി സോറി എന്നൊക്കെ പറഞ്ഞ് പോകുന്നു നോക്കുന്നുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും നമ്മൾ CCTV നമ്മൾ വാഗമൺ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ അതീവ സുരക്ഷയുള്ളിടമാണ് ചില്ലുപാലം. സാഹസിക വിനോദോപാധിയായതിനാൽ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് പാലത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നത്. ചെരുപ്പ് പോലും അനുവദിക്കുകയുമില്ല. പ്രതികൂല കാലാവസ്ഥയിൽ പാലം അടച്ചിടാറുമാണ് പതിവ്. അത്രത്തോളം സുരക്ഷ വേണ്ടിയിടത്താണ് രാത്രിയിലെത്തിയ സംഘം കടന്നു കയറിയത്. ഇവരെ കണ്ടെത്തി അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കണമെന്ന് DTPC ആവശ്യപ്പെടുന്നു. ജനം, ഇടുക്കി.